വർഷം 1984 ഡിസംബർ 2-ാം തീയതി. അന്ന് രാത്രി സജിതയും ഭർത്താവും 2 മക്കളും നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് സജിതയ്ക്ക് വല്ലാത്തൊരു ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടത്. എഴുന്നേറ്റ് നോക്കുമ്പോൾ മുറിയിൽ നിറയെ പുകയാണ്. തൊണ്ടയും കണ്ണും എരിയുന്നുണ്ട്. അവർ ആദ്യം കരുതിയത് അയൽപ്പക്കത്തെ ആരോ ഉണക്കമുളക് തീയിലിട്ടു എന്നാണ്. ആരെങ്കിലും പോയി അവരോടൊന്ന് നിർത്താൻ പറയുമെന്ന് സജിത വിളിച്ചു കൂവി. പക്ഷേ അപ്പോഴേക്കും ഭർത്താവ് വാതിൽ തുറന്നിരുന്നു. പുറത്തു കണ്ട കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറയാം. ആളുകൾ പ്രാന്തെടുത്ത പോലെ ഓടുകയാണ്. ഓടിക്കോ, ഗ്യാസ് ലീക്കായി എന്ന് ആരോ വിളിച്ചു പറയുന്നുണ്ട്. സജിതയും ഭർത്താവും കുട്ടികളെയും വാരിയെടുത്ത് ആ ഇരുട്ടത്ത് ഓടുകയായിരുന്നു. പക്ഷെ ആ ദിക്കിലും തിരക്കിലും വെച്ച് സജിതയുടെ കയ്യിൽ നിന്ന് ഭർത്താവിൻ്റെ കൈ വിട്ട് പോവുകയാണ്. ഭർത്താവിൻ്റെ പിടി വിട്ട് പോവുകയാണ്. പിന്നീട് ബോധം വരുമ്പോൾ സജിത ആശുപത്രിയിലാണ്. ചുറ്റും മൃതദേഹങ്ങളുടെ ഒരു കൂമ്പാരമാണ്. ആ രാത്രി സജിതയ്ക്ക് തൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ട ദിനമായിരുന്നു. മുളക് പൊടി എന്ന് തെറ്റിദ്ധരിച്ച ആ വെളുത്ത പുക ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് ഇതുപോലെ ഇല്ലാതാക്കിയത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സജിതയെ പോലെ ആയിരക്കണക്കിന് ആളുകളെ വിധവകളും അനാഥരുമാക്കിയ ലോകം കണ്ട ഏറ്റവും വലിയ ഡിസാസ്റ്ററിനെ കുറിച്ചാണ്. ദ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. എന്താണ് യഥാർത്ഥത്തിൽ ആ രാത്രിയിൽ സംഭവിച്ചത്? ആരാണ് ഇതിന് യഥാർത്ഥ ഉത്തരവാദി? ഗവൺമെന്റ് പറഞ്ഞ 3000 മരണങ്ങളാണോ സത്യം? അതോ 16,000-ലധികം പേർ മരിച്ചെന്ന അനൗദ്യോഗിക കണക്കാണോ ശരി? ഇത് വെറും ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല, ഇതൊരു കോർപ്പറേറ്റ് മർഡർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. 1960-കളുടെ അവസാനം ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടക്കുന്ന സമയമാണത്. കൃഷി കൂട്ടണമെന്നും വിളവ് കൂട്ടണമെന്നും അതിന് എന്ത് ചെയ്യണമെന്നും നല്ല കീടനാശിനികൾ വേണമെന്നുമൊക്കെയുള്ള പല വർത്തമാനങ്ങൾ വരുന്ന സമയം. അവിടെയാണ് അമേരിക്കൻ കമ്പനിയായിട്ടുള്ള യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ രംഗത്തെത്തുന്നത്. അവർക്ക് ഇന്ത്യയിൽ ഒരു പ്ലാന്റ് തുടങ്ങണം. ലൊക്കേഷനായി അവർ തെരഞ്ഞെടുത്തത് മധ്യപ്രദേശിലെ ഭോപ്പാലാണ്. യൂണിയൻ കാർബൈഡിന്റെ മെയിൻ പ്രൊഡക്റ്റ് ആയിരുന്നു സെവിൻ എന്ന് പറയുന്ന കീടനാശിനി. ഇതുണ്ടാക്കാൻ വളരെ അപകടകരമായിട്ടുള്ള ഒരു കെമിക്കൽ ആവശ്യമാണ്. അതിൻ്റെ പേരാണ് മീഥൈൽ ഐസോസൈനേറ്റ് അഥവാ MIC. ഈ MIC എന്ന് പറയുന്നത് വെറും ഒരു വിഷമല്ല. ഇറ്റ് ഈസ് എക്സ്ട്രീംലി വോളറ്റൈൽ ആൻഡ് ഡെഡ്ലി എന്ന് പറയാം. വായുവിനേക്കാൾ ഭാരമുള്ള ഈ ഗ്യാസ് ശ്വസിച്ചു കഴിഞ്ഞാൽ അത് ശ്വാസകോശത്തിലെ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യും. ഫലം നമ്മുടെ ശ്വാസകോശത്തിൽ തന്നെ നമ്മൾ മുങ്ങി മരിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥ വരും. സച്ച് എ ഡേഞ്ചറസ് കെമിക്കൽ എന്ന് തന്നെ പറയാം. യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ ഈ MIC സ്റ്റോർ ചെയ്യുന്നത് വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കുകളിലായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടാങ്ക് ആയിരുന്നു ടാങ്ക് നമ്പർ 610. ഈ ടാങ്കാണ് പിന്നീട് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വില്ലനായിട്ട് മാറിയത്. തുടക്കത്തിൽ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിരുന്നു. പക്ഷേ 1980-കൾ ആയപ്പോഴേക്കും കമ്പനിയുടെ ലാഭം കുറയാൻ തുടങ്ങി. ഇന്ത്യയിൽ വരൾച്ച വന്നു. കർഷകർക്ക് കീടനാശിനി വാങ്ങാൻ കാശില്ലാത്ത അവസ്ഥയായി. യൂണിയൻ കാർബൈഡിന് നഷ്ടം വന്നു തുടങ്ങി. അപ്പോൾ അവർ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അവിടെയാണ് ഈ ദുരന്തത്തിന്റെ വിത്ത് പാകിയത്. കോസ്റ്റ് കട്ടിംഗ് എന്ന് തന്നെ പറയാം. കോസ്റ്റ് കട്ടിംഗ്. ലാഭം കൂട്ടാൻ വേണ്ടി അവർ ചെയ്ത കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒന്ന്, MIC എപ്പോഴും 0°C സൂക്ഷിക്കേണ്ടതാണ്. അതിന് വലിയൊരു ഫ്രിഡ്ജ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കറണ്ട് ചാർജ് ലാഭിക്കാൻ വേണ്ടി മാനേജ്മെന്റ് ആ കൂളിംഗ് സിസ്റ്റം അങ്ങ് ഓഫ് ചെയ്യുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു കാര്യമായിരുന്നു അത്. ഗ്യാസ് ലീക്കായാൽ അത് നിർവീര്യമാക്കാൻ വെന്റ് ഗ്യാസ് സ്ക്രബ്ബർ എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതും മെയിൻ്റെനൻസ് എന്ന പേരിൽ ഓഫ് ആക്കിയിട്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. ഒടുവിലത്തെ രക്ഷാമാർഗമായിട്ടുള്ള ഫ്ലയർ ടവർ, അതായത് ഗ്യാസ് ലീക്കായാൽ അതിനെ കത്തിച്ച് കളയാനുള്ള ഒരു ടവറും പ്രവർത്തനരഹിതമായ ഒരു സമയമായിരുന്നു അത്. എല്ലാത്തിലും ലാഭം എന്ന് പറയുന്നത് കുറയുമ്പോൾ നഷ്ടം നികത്താനും വരുമാനം കൂട്ടാനുമുള്ള ഒരു തന്ത്രമായിരുന്നു അതെന്ന് പറയാം. മൂന്നാമതായി, ഒടുവിലത്തെ രക്ഷാമാർഗമായിട്ടുള്ള ഫ്ലയർ ടവർ, അതായത് ഗ്യാസ് ലീക്കായാൽ അതിനെ കത്തിച്ച് കളയാനുള്ള ടവർ, അത് പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു. അങ്ങനെ സേഫ്റ്റി സിസ്റ്റം എല്ലാം ഓഫാക്കി 42 ടണ്ണോളം കൊടും വിഷം അത് നിറച്ചിട്ടുള്ള ടാങ്ക് 610 ഭോപ്പാലിലെ ജനങ്ങളുടെ നടുവിൽ ഒരു ബോംബ് പോലെ കിടക്കുകയായിരുന്നു. ഇനി നമുക്ക് ആ കറുത്ത രാത്രിയിലേക്ക് പോകാം. 1984 ഡിസംബർ 2 രാത്രി ഏകദേശം 10 മണി. ഷിഫ്റ്റ് മാറുന്ന ഒരു സമയമാണത്. പുതിയ വർക്കർമാർ ഡ്യൂട്ടിക്ക് കയറുന്ന രീതി. പ്ലാന്റിലെ ഒരു സൂപ്പർവൈസർ നിർദ്ദേശിക്കുകയാണ് പൈപ്പുകൾ വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാനായിട്ട്. സാധാരണ പൈപ്പ് കഴുകുമ്പോൾ വെള്ളം ടാങ്കിനുള്ളിലേക്ക് പോകാതിരിക്കാൻ
സ്ലിപ്പ് ബ്ലൈൻഡ് എന്നൊരു ഇരുമ്പ് പ്ലേറ്റ് വെച്ച് പൈപ്പ് അടയ്ക്കണമായിരുന്നു. പക്ഷേ അന്ന് ആരും അത് ചെയ്യുകയുണ്ടായില്ല. അശ്രദ്ധ എന്നോ അതിനു മുകളിലത്തെ നിർദ്ദേശമാണോ ഒന്നും അറിയില്ല. എന്തായാലും വെള്ളം നേരെ ഒഴുകിപ്പോയത് ടാങ്ക് 610യിലേക്കാണ്. കെമിസ്ട്രി അറിയുന്നവർക്കറിയാം, MICയും വെള്ളവും തമ്മിൽ ചേർന്നാൽ എന്താണ് സംഭവിക്കുക എന്ന്. എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതായത് ഭയങ്കരമായ ചൂട് പുറത്തുവിടുകയും ടാങ്കിനുള്ളിൽ ഒരു പ്രഷർ കുക്കർ പോലെ റിയാക്ഷൻ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. രാത്രി 11 മണിയായി. കൺട്രോൾ റൂമിലെ മീറ്ററിൽ പ്രഷർ കൂടുന്നതായിട്ട് ഓപ്പറേറ്റർമാർ കണ്ടു. സാധാരണ 2 PSI പ്രഷർ വേണ്ട ടാങ്കിൽ അത് 10 PSI കടന്നിരുന്നു. പക്ഷേ മിറർ കേടായതാകുമെന്ന് പറഞ്ഞുകൊണ്ട് അതാരും കാര്യമാക്കാൻ പോയില്ല. അവർ ചായ കുടിക്കാനായിട്ട് പിന്നീട് പോയി. സമയം 12:30. ടാങ്കിനുള്ളിൽ ചൂട് 200 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് കുതിക്കുകയാണ്. കോൺക്രീറ്റ് സ്ലാബുകൾ വിറയ്ക്കാൻ തുടങ്ങുന്ന ഒരു സമയമായി അത്. പ്രഷർ താങ്ങാൻ പറ്റാതെ ടാങ്കിൻ്റെ സേഫ്റ്റി വാൽവ് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് ഒരു വലിയ ഇരമ്പലോടെ ഒരു രാക്ഷസനെ പോലെ ആ വിഷവാതകം പുറത്തേക്ക് ചീറ്റുന്നൊരവസ്ഥ. ഈ ഗ്യാസിന് വായുവിനേക്കാൾ ഭാരമുണ്ട്. അതുകൊണ്ട് അത് ആകാശത്തേക്ക് പോയില്ല. പകരം അത് തറനിരപ്പിലൂടെ ഒരു വെള്ളപ്പൊക്കം പോലെ താഴേക്ക് അങ്ങ് ഒഴുകി. നേരെ തൊട്ടടുത്തുള്ള ചേരികളിലേക്കാണ് അത് പ്രവേശിച്ചത്. അവിടെയുള്ള ജയപ്രകാശ് നഗറിലേക്കാണ് അത് എത്തിയത്. ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനാണ് അതിന് പരിസരമുണ്ടായിരുന്നത്. സജിത ബാനുവിനെ പോലെ ആയിരക്കണക്കിന് ആളുകൾ അപ്പോൾ ഉറക്കത്തിലായിരുന്നു. എല്ലാവരും ആദ്യം കരുതിയത് ആരോ മുളക് പൊടി വിതറി എന്നാണ്. അമ്മയെ കണ്ണ് കാണുന്നില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, അങ്ങനെ പലതരത്തിലുള്ള നിലവിളികൾ പല സ്ഥലത്തുനിന്നും ഉയർന്നു. ഉറങ്ങിക്കിടക്കുന്നവർ പലരും ചോര തുപ്പി അവിടെ തന്നെ മരിച്ചു വീഴുകയായിരുന്നു. പുറത്തിറങ്ങിയവർ കണ്ടത് ഭയാനകമായ കാഴ്ചയാണ്. തെരുവുവിളക്കിന്റെ വെളിച്ചത്തിൽ ഒരു മഞ്ഞ പുക നഗരത്തെ വിഴുങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ട് ഓടണമെന്ന് ആർക്കും അറിയില്ല. ചിലർ ഗ്യാസിന് എതിർ ദിശയിലോടി രക്ഷപ്പെട്ടു. പക്ഷെ ഭൂരിഭാഗം പേരും ഗ്യാസിന്റെ കൂടെ തന്നെ ഓടുകയായിരുന്നു. അത് മരണത്തിലേക്കുള്ള ഓട്ടമായിരുന്നു. ഇതിൽ ഏറ്റവും കഷ്ടം എന്താണെന്ന് അറിയാമോ? ഈ ഫാക്ടറിയിലെ അപായ സൈറൺ ഗ്യാസ് ലീക്ക് തുടങ്ങിയപ്പോൾ തന്നെ മുഴങ്ങേണ്ടതായിരുന്നു. പക്ഷേ കമ്പനി പോളിസി പ്രകാരം ജനങ്ങൾ പേടിക്കാതിരിക്കാൻ അത് മ്യൂട്ട് ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തത്. അവസാനം സൈറൺ മുഴങ്ങിയപ്പോഴേക്കും സമയം അതിക്രമിച്ചിരിക്കുന്നു. ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു ശവപ്പറമ്പായി മാറിയിരുന്നു. വണ്ടി കാത്തു നിന്നവരും സ്റ്റേഷൻ മാസ്റ്ററുമെല്ലാം അവിടെ മരിച്ചു വീഴുകയായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി സ്റ്റേഷൻ സൂപ്രണ്ട് VK ശർമ്മ സ്വന്തം ജീവൻ പണയം വെച്ച് വരാനിരുന്ന ട്രെയിനുകളെ തടഞ്ഞു നിർത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം കൊണ്ട് രക്ഷപ്പെട്ടത് ആയിരക്കണക്കിന് യാത്രക്കാരാണ്. പിറ്റേന്ന് നേരം വെളുക്കുന്നു. ഡിസംബർ 3 രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ ഭോപ്പാൽ കണ്ടത് കൂട്ട മരണങ്ങളാണ്. റോഡരികിൽ, വീടിൻ്റെ വരാന്തയിൽ, ഓടകളിൽ, എവിടെ നോക്കിയാലും മൃതദേഹങ്ങൾ മാത്രമായിരുന്നു. മനുഷ്യർ മാത്രമായിരുന്നില്ല, പശുക്കൾ, പട്ടികൾ, പക്ഷികൾ, മരങ്ങളിലെ ഇലകൾ പോലും കരിഞ്ഞു പോയിരുന്നു. ആശുപത്രികൾ തിങ്ങി നിറഞ്ഞു പോയിരുന്നു. ഡോക്ടർമാർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം ഇതെന്ത് ഗ്യാസ് ആണെന്നോ ഇതിനുള്ള മരുന്ന് എന്താണെന്നോ യൂണിയൻ കാർബൈഡ് ഡോക്ടർമാരോട് പറഞ്ഞില്ല. ഇതൊരു സാധാരണ ഗ്യാസ് ആണ്, വെള്ളം നനച്ച തുണി കൊണ്ട് തുടച്ചാൽ മതി എന്നാണ് കമ്പനി ആദ്യം കള്ളം പറഞ്ഞത്. ആ കള്ളം കാരണം നഷ്ടപ്പെട്ടത് എത്ര ജീവനുകളാണെന്ന് ഓർക്കണം. യഥാർത്ഥത്തിൽ MIC ശരീരത്തിൽ ചെന്നാൽ അത് രക്തത്തിൽ സൈനൈഡ് ഉൽപ്പാദിപ്പിക്കുമെന്ന് ചില ഡോക്ടർമാർ സംശയിച്ചിരുന്നു. അവർ സോഡിയം തയോസൾഫേറ്റ് എന്ന മരുന്ന് കൊടുത്തു നോക്കി. അത് ഫലം കൊണ്ടു. പക്ഷേ കമ്പനി ഇത് സമ്മതിച്ചില്ല. കാരണം സൈനൈഡ് ഉണ്ടെന്ന് സമ്മതിച്ചാൽ കേസ് കൂടുതൽ സീരിയസ് ആവും. മരണസംഖ്യയെക്കുറിച്ച് ഇന്നും തർക്കമുണ്ട്. ഗവൺമെൻറ് ആദ്യം പറഞ്ഞത് 3000 പേർ മരിച്ചു എന്നാണ്. പക്ഷേ ദൃക്സാക്ഷികൾ പറയുന്നത് JCB ഉപയോഗിച്ച് കുഴിയെടുത്ത മൃതദേഹങ്ങൾ കൂട്ടമായി മറവു ചെയ്യുകയായിരുന്നു എന്നാണ്. നർമ്മദ നദിയിൽ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുകയായിരുന്നു. ഇന്റർനാഷണൽ ഏജൻസികളുടെ കണക്ക് പ്രകാരം ആദ്യത്തെ 3 ദിവസത്തിനുള്ളിൽ 8000-ലധികം പേരും പിന്നീട് ഇതിൻ്റെ പാർശ്വഫലങ്ങൾ കാരണം 20,000-ഓളം പേരും മരിച്ചിട്ടുണ്ട് എന്നാണ്. ഇനി ഇതിൻ്റെ വില്ലൻ വാറൻ ആൻഡേഴ്സിനെ കുറിച്ച് നോക്കാം. യൂണിയൻ കാർബൈഡിൻ്റെ ചെയർമാനാണ് അയാൾ. ദുരന്തത്തിന് ശേഷം അയാൾ ഭോപ്പാലിൽ വന്നു. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു.
പക്ഷേ പിന്നീട് നടന്നത് നാടകീയമായ സംഭവങ്ങളാണ്. വെറും $2000 ജാമ്യത്തിൽ ഗവൺമെന്റ് അയാളെ വിട്ടയക്കുകയായിരുന്നു. സർക്കാർ വാഹനത്തിൽ എയർപോർട്ടിലെത്തിച്ച് സ്പെഷ്യൽ ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്കും അവിടെ നിന്ന് അമേരിക്കയിലേക്കും അയാൾ പറന്നു. പിന്നീട് ഒരിക്കലും അയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നില്ല. 2014 ഫ്ലോറിഡയിലെ സുഖസൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച ശേഷം അയാൾ മരിച്ചു. പക്ഷേ നീതി ഒരിക്കലും കിട്ടാതെ ഭോപ്പാലിലെ ജനങ്ങൾക്കും മരിക്കേണ്ടി വന്നു. ഇവിടെയാണ് പണത്തിന്റെ പ്രസക്തി ഓരോരുത്തരും കാണുന്നത്. ഈ ദുരന്തം 1984 അവസാനിച്ചില്ല എന്നതാണ് സത്യം. ഇന്നും 40 വർഷങ്ങൾക്ക് ഇപ്പുറവും ഭോപ്പാൽ മരിച്ചിട്ടില്ല, നീറുകയാണ്. യൂണിയൻ കാർബൈഡ് ഫാക്ടറി ഇന്നും അവിടെ തന്നെയുണ്ട്. തുരുമ്പെടുത്ത ആ ടാങ്കുകളും പൈപ്പുകളും അവിടെ തന്നെയുണ്ട്. അതിലും ഭീകരമായ കാര്യം, അവർ ഉപേക്ഷിച്ചു പോയ ടൺ കണക്കിന് രാസമാലിന്യങ്ങൾ ഇന്നും ആ മണ്ണിൽ കിടക്കുന്നു എന്നതാണ്. മഴ പെയ്യുമ്പോൾ ഈ വിഷം മണ്ണിലേക്ക് ഇറങ്ങി കിണറുകളിലെ വെള്ളത്തിൽ കലരുകയാണ്. ഈ വെള്ളം കുടിക്കുന്ന പുതിയ തലമുറ, ഗ്യാസ് ദുരന്തം നേരിട്ട് കാണാത്ത കുട്ടികൾ പോലും ഇന്ന് അംഗവൈകല്യത്തോടെ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ക്യാൻസർ, ഹോർമോൺ പ്രശ്നങ്ങൾ, വളർച്ചാ വൈകല്യങ്ങൾ. ഭോപ്പാലിലെ ആശുപത്രിയിൽ പോയാൽ ഇന്നും കരളലിപ്പിക്കുന്ന പല കാഴ്ചകളും കാണാം. 2001 അമേരിക്കൻ കമ്പനിയായ ഡൗ കെമിക്കൽ യൂണിയൻ കാർബൈഡിനെ ഏറ്റെടുത്തിരുന്നു. പക്ഷേ ഭോപ്പാലിലെ മാലിന്യം നീക്കം ചെയ്യാനോ നഷ്ടപരിഹാരം നൽകാനോ അവർ തയ്യാറല്ല. ഞങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞ് അവർ മാറി നിന്നു. ഭോപ്പാൽ ജനതയ്ക്ക് കിട്ടിയ നഷ്ടപരിഹാരം വെറും നിസ്സാരമായിരുന്നു. ഒരു ജീവൻ ഏകദേശം 25,000 രൂപ വെച്ചാണ് അന്ന് കണക്കാക്കിയത്. അതായത് ഒരു മനുഷ്യജീവന് 25,000 രൂപ വില. ഒരു കാര്യം കൂടി പറയട്ടെ, ഓപ്പറേഷൻ ഫെയ്ത്ത് എന്നൊരു ദൗത്യം ഇതിനിടയിൽ നടന്നിരുന്നു. ടാങ്കിൽ ബാക്കിയുണ്ടായിരുന്ന ഗ്യാസ് നിർവീര്യമാക്കാൻ നടത്തിയ ശ്രമമായിരുന്നു അത്. അന്ന് ഭോപ്പാലിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. ഭാഗ്യത്തിന് അത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭോപ്പാൽ എന്നൊരു നഗരം തന്നെ മാപ്പിൽ ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ ഇന്ന് സ്മാർട്ട് ഫോണുകളും എഐയും ഉപയോഗിച്ച് 2026 എത്തി നിൽക്കുകയാണ്. പക്ഷേ ഇന്നും ഭോപ്പാലിലെ ആ ഫാക്ടറി കോമ്പൗണ്ടിൽ 300-ലധികം ടൺ വിഷമാലിന്യങ്ങൾ കിടപ്പുണ്ട്. മധ്യപ്രദേശ് ഗവൺമെന്റും കോടതികളും ചേർന്ന് ഇന്നും ആ വിഷം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് അതിൽ നിന്ന് മാറ്റാനായിട്ട് പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഒന്നും അവിടെ പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെയും രാഷ്ട്രീയത്തിൻ്റെയും കോർപ്പറേറ്റ് അത്യാഗ്രഹത്തിൻ്റെയും ഒരു കറുത്ത പാടായിട്ട് ഇന്നും നിലനിൽക്കുകയാണ് ഭോപ്പാൽ. ലാഭത്തിന് വേണ്ടി സുരക്ഷാ വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ പാഠമായിട്ട് നമുക്ക് ഭോപ്പാലിനെ കാണാം. ഭോപ്പാൽ ദുരന്തം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പ്ലാസ്റ്റിക്കും ഓരോ കീടനാശിനിയും ഓരോ കെമിക്കലുകളും ഉണ്ടാക്കുന്നതിന് പിന്നിൽ വലിയൊരു വിലയുണ്ടെന്നതിൻ്റെ യാഥാർത്ഥ്യം. ചിലപ്പോഴത് പ്രകൃതി നൽകുന്ന വിലയാകാം, അല്ലെങ്കിൽ ഭോപ്പാലിനെ പോലെ പാവപ്പെട്ട മനുഷ്യർ നൽകുന്ന വിലയാകാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാറൻ ആൻഡേഴ്സിനെ രക്ഷപ്പെടാൻ അനുവദിച്ചത് തെറ്റായിപ്പോയോ? ഈ മാലിന്യങ്ങൾ ഇനിയെങ്കിലും നീക്കം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്.